ഹായ് കൂട്ടുകാരെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ് ആയിട്ട് പ്രിയാമ്പിൾ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രിയാമ്പിളിന്റെ അടുത്ത പാർട്ടാണ്, അതായത് മൂന്നാമത്തെ പാർട്ടും ലാസ്റ്റ് പാർട്ടും ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? പ്രിയാമ്പിളിന്റെ നേച്ചർ പഠിച്ചല്ലേ? പ്രിയാമ്പിളിന്റെ നേച്ചർ ആണ് നമ്മൾ പഠിച്ചു നിർത്തിയത്. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പ്രിയാമ്പിളിന്റെ ഒബ്ജക്റ്റീവ്സിൽ പറഞ്ഞേക്കുന്ന വാക്കുകളാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ പറഞ്ഞേക്കുന്നത് ജസ്റ്റിസ് എന്ന് പറയുന്ന വാക്കാണ്. അപ്പൊ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ നീതി അല്ലെ? അപ്പൊ എന്തൊക്കെ നീതി? സാമൂഹികവും സാമ്പത്തികവും പൊളിറ്റിക്കലും ആയിട്ടുള്ള നീതി നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട് അല്ലെ? അപ്പൊ എന്താണ്? പ്രിയാമ്പിൾ എംബ്രേസസ് 3 ഡിസ്റ്റിങ്ക്റ്റ് ഫോംസ്: സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്. ഓക്കെ അല്ലെ? അപ്പൊ ഈ 3 തരത്തിലുള്ള ജസ്റ്റിസും നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് നൽകുന്നുണ്ട്. ഇത് നമ്മുടെ ഭരണഘടനയുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിലും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലും പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഈ സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ റൈറ്റ്സിനെ പറ്റി പറയുന്ന ഭരണഘടനാ ഭാഗം ഏതാന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിലും ഉണ്ട്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലും ഉണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഈ ഓരോ ജസ്റ്റിസ് എന്താ നോക്കാം. സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയുടെ എല്ലാ പൗരന്മാർക്കും ഈക്വൽ ട്രീറ്റ്മെന്റ്, ഒരേ പരിഗണന ലഭിക്കും അല്ലെ? ഒരു പ്രത്യേക കാറ്റഗറിക്ക്, ഒരു പ്രത്യേക കാസ്റ്റിന് അല്ലെങ്കിൽ പ്രത്യേക നിറമുള്ളവർക്ക്, പ്രത്യേക റേസ് അല്ലെ, റീജിയൻ, സെക്സ്, ഇതിന്റെയൊക്കെ ബന്ധപ്പെട്ട് ഒരു പ്രത്യേക വിഭാഗത്തിന് ഒരു പ്രത്യേക പദവി അങ്ങനെയൊന്നുമില്ല. എന്താണ്? എല്ലാവരെയും, ഇന്ത്യൻസ് ആയിട്ടുള്ള എല്ലാവരും ഈക്വൽ ആണ്. ഈക്വൽ ട്രീറ്റ്മെന്റ് ആയിരിക്കും ആർക്ക് കിട്ടുക? ഈക്വൽ, തുല്യ പരിഗണനയായിരിക്കും സാമൂഹികമായിട്ട് എല്ലാവർക്കും കിട്ടുക. ഓക്കെ, ആബ്സെൻസ് ഓഫ് പ്രിവിലേജ് ബീയിങ് എക്സ്റ്റെൻഡഡ് ടു എനി പർട്ടിക്കുലർ സെക്ഷൻ ഓഫ് എ സൊസൈറ്റി. ഒരു പർട്ടിക്കുലർ സൊസൈറ്റിക്കും ഈ ഒരു പ്രിവിലേജ് നമ്മുടെ ഭരണഘടന കൊടുക്കുന്നില്ല. ഓക്കെ അല്ലേ? ഇംപ്രൂവ്മെന്റ് ഇൻ ദ കണ്ടീഷൻസ് ഓഫ് ബാക്ക്വേർഡ് ക്ലാസസ് ആൻഡ് വുമൻസ്. പക്ഷെ ആർക്ക് കൊടുക്കുന്നുണ്ട്? നമ്മുടെ ബാക്ക്വേർഡ് ക്ലാസസ് ആയിട്ടുള്ള SC, ST, OBC-കാരെയും അതുപോലെ വുമൻസിനെയൊക്കെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയാണ്? ഈ ഒരു ഇക്വാളിറ്റി കൊണ്ടുവരാൻ വേണ്ടിയാണ്. അവർക്ക് ആ ഒരു ഇക്വാളിറ്റി വന്നിട്ടില്ല. അപ്പൊ നമ്മൾ പറയും എന്താണ്? ഇവരെല്ലാവരും ഒന്ന് തന്നെയല്ലേ, പിന്നെ എന്തിനാണ് അവർക്ക് ഇങ്ങനെ റിസർവേഷൻ കൊടുക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ, നമ്മുടെ ഉന്നത ജാതിയിൽപ്പെട്ട ഒരാൾ, ഉന്നത ജാതിയിൽപ്പെട്ട ഒരാൾ താഴ്ന്ന ജാതിക്കാരെ കെട്ടാൻ ഇപ്പോഴും തയ്യാറാകുമോ? അത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ആ ഒരു അന്തരം നിലനിൽക്കുന്നുണ്ട് എന്നതാണ് അർത്ഥം. നമുക്കൊരു പത്രം എടുത്തു നോക്കി അറിയാം. എന്താണ് എന്താണ് ഹിന്ദുക്കൾ മാത്രം നമുക്കിപ്പം നോക്കാം. ഓക്കെ, അപ്പൊ ഹിന്ദു എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഹിന്ദു യുവാവിന് ആവശ്യമുണ്ടെന്ന് മാത്രമാണ് കൊടുക്കുന്നത്? അല്ല, അവിടെ ജാതി മെൻഷൻ ചെയ്തേക്കും. ഹിന്ദു നായരെന്നോ, ഹിന്ദു നായർ യുവതി, അപ്പൊ നായർ ചെറുക്കനെ വേണം, അല്ലെങ്കിൽ ഹിന്ദു ഈഴവ യുവതി അല്ലെങ്കിൽ ഈഴവ ചെറുക്കൻ പെണ്ണിനെ വേണോ എന്നൊക്കെ പറഞ്ഞാൽ ആ ജാതി അവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കുന്ന എന്തിനാണ്? അവർക്ക് ഏതെങ്കിലും ജാതിക്കാരെ മതി. ഒരു ഹിന്ദു നായരായിട്ടുള്ള ഒരാള് എന്താണ് പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ഒരാളെ കല്യാണം കഴിക്കാൻ തയ്യാറാവോ? അങ്ങനെ തയ്യാറാവുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക അവിടെ ഈക്വൽ എന്താണ് സോഷ്യൽ ജസ്റ്റിസ് വന്നു കഴിഞ്ഞു. പക്ഷെ അങ്ങനെ ഒരു സമൂഹമല്ല നമ്മുടെ നാട്ടിലുള്ളത്. നമ്മൾ പറച്ചിലിന് മാത്രമേ ഉള്ളൂ എന്താണ് എല്ലാവരും തുല്യരാണ്. പക്ഷെ എന്താണ്, അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവിടെ വേർതിരിവ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സോഷ്യൽ ജസ്റ്റിസ് നമ്മൾ സാധ്യമാക്കിയിട്ടില്ല. അതിനുവേണ്ടി പരിശ്രമിക്കുകയാണ്. ആ ഒരു പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ താഴ്ന്ന ജാതി എന്ന് നമ്മൾ പറയുന്ന ആ ജാതിക്കാരെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നതും നമ്മുടെ പിന്നോക്കമായിട്ട് നിൽക്കുന്ന വനിതകളെയൊക്കെ മുൻനിരയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ എല്ലാവരും മുൻനിരയിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ നീതി സാധ്യമാക്കാൻ സാധിക്കും അല്ലെ? അപ്പൊ അതാണ് ആദ്യത്തെ സെക്ഷനിൽ പറഞ്ഞേക്കുന്നത്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട്, ദയവേദി ക്ഷമിക്കുക. ഓക്കെ, അടുത്ത എക്കണോമിക്സ് ജസ്റ്റിസ് ആണ്. സാമ്പത്തികമായിട്ടുള്ള നീതി. അതെന്താണ്? നോൺ ഡിസ്ക്രിമിനേഷൻ ബിറ്റ്വീൻ പീപ്പിൾസ് ഓൺ ദ ബേസിസ് ഓഫ് എക്കണോമിക് ഫാക്ടേഴ്സ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ സമ്പത്ത് ആരുടെ കയ്യിൽ തോനെയുണ്ട്, ആരുടെ കയ്യിൽ ഇല്ല എന്ന് നോക്കിയിട്ടാണോ നമുക്ക് നീതി നൽകുന്നത്? അതുമല്ല. അപ്പം സമ്പത്തിന്റെ ബേസ് ചെയ്തിട്ടും അല്ല എന്താണ് ഈ ഒരു ഡിസ്ക്രിമിനേഷൻ നടത്തുന്നത്. ഓക്കെ, അതുപോലെ എലിമിനേഷൻ ഓഫ് ഗ്ലാറിംഗ് ഇൻഇക്വാലിറ്റീസ് ഇൻ വെൽത്ത്, ഇൻകം ആൻഡ് പ്രോപ്പർട്ടി. അപ്പൊ എന്താണ് ഈ ഒരു സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ, അവരുടെ എന്താണ് വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ, പ്രോപ്പർട്ടിയുടെ അടിസ്ഥാനത്തിൽ, അങ്ങനെ ഒന്നും അല്ല നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താണ് എക്കണോമിക് ജസ്റ്റിസ് പോയിരിക്കുന്നത്. ഓക്കെ, അതെന്താണ്? എല്ലാവർക്കും അവിടെയും ഒരേപോലെ തന്നെയാണ് അല്ലെ? എല്ലാവരെയും ഒരേ പരിഗണനയാണ്. ഓക്കെ,
അപ്പം എ കോമ്പിനേഷൻ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എക്കണോമിക് ജസ്റ്റിസ് ഡിനോട്ട് വാട്ട് ഈസ് നോൺ ആസ് ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ്. അപ്പൊ ഈ പറയുന്ന സോഷ്യൽ ജസ്റ്റിസിനെയും അതിന്റെ ഒപ്പം എക്കണോമിക് ജസ്റ്റിസിനെയും കൂടെ ചേർത്ത് നമുക്ക് എന്തെന്ന് പറയാം? ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് എന്ന് പറയാം. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അടുത്ത പറഞ്ഞേക്കുന്നതാണ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്, അതായത് രാഷ്ട്രീയ നീതി. എന്താണ് രാഷ്ട്രീയ നീതി? നമ്മുടെ എല്ലാ ഇന്ത്യൻ സിറ്റിസൺസിനും അല്ലെ, എല്ലാ ഇന്ത്യൻ സിറ്റിസൺസിനും ഒരു ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ ഈക്വൽ റൈറ്റ് അല്ലേ ഉള്ളത്? അല്ലാതെ ഇപ്പം എനിക്ക് എന്റെ കയ്യിൽ കൂടുതൽ പണമുണ്ട്, അല്ലെങ്കിൽ ഞാനൊരു ഉയർന്ന ജാതിയാണ് എന്ന് പറഞ്ഞിട്ട് എന്റെ വോട്ടിന് ഒരു 5 പോയിന്റ്, ഓക്കെ, നിങ്ങൾ അപ്പുറത്ത് നിൽക്കുന്ന നിങ്ങളൊരു താഴ്ന്ന ജാതിയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ തിരിച്ച് വിചാരിക്കുക, എന്തായാലും പ്രശ്നമില്ല, നിങ്ങളും എന്താണ് മറ്റൊരു കാസ്റ്റ് ആണ് അല്ലെങ്കിൽ മറ്റൊരു മതമാണെന്നൊക്കെ വിചാരിക്കാം. അപ്പൊ നിങ്ങളുടെ വോട്ടിന്, നിങ്ങൾ വോട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു വോട്ടും, ഓക്കെ, ഒരു വോട്ടിന് 1 പോയിന്റും എന്റെ വോട്ടിന് 5 പോയിന്റ് കിട്ടുവാണെങ്കിൽ അവിടെ ഈക്വൽ പൊളിറ്റിക്കൽ റൈറ്റ്സ് വരുമോ? ഇല്ല. നമ്മൾ ആര് തന്നെയാണെങ്കിലും, ഇവൻ എന്താണ് മെന്നാണെങ്കിലും വുമൺ ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ജാതിയിൽപ്പെട്ടതാണെങ്കിലും എങ്ങനെയാണെങ്കിലും എന്ത് തന്നെ ആയാലും എന്താണ് നമ്മുടെ ഈ എലക്ഷൻ അല്ലെങ്കിൽ നമുക്ക് പൊളിറ്റിക്കൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതും ഈക്വൽ ആണ് അല്ലെ, ഈക്വൽ പൊളിറ്റിക്കൽ റൈറ്റ്സ് ആണ്. ഈക്വൽ ആക്സസ് ടു ഓൾ പൊളിറ്റിക്കൽ ഓഫീസ് ആൻഡ് ഈക്വൽ വോയിസ് ഇൻ ദ ഗവൺമെന്റ് അല്ലെ. നമുക്ക് എല്ലാ പൊളിറ്റിക്കൽ ഓഫീസിലും എല്ലാവർക്കും ഉള്ള പോലെ തന്നെയുള്ള അവകാശങ്ങൾ ആർക്കും ഉണ്ട്, നമ്മുടെ എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ഉണ്ട് അല്ലെ. നമുക്കൊരു സർക്കാർ ഓഫീസിൽ പോകാനുള്ള അധികാരം നമുക്കില്ല, നമ്മൾ താഴ്ന്ന ജാതിക്കാരാണ്, അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ പണ്ട് അങ്ങനെയായിരുന്നു നമ്മുടെ ഇന്ത്യൻ സമൂഹം എന്ന് പറയുന്നത്. പക്ഷെ എന്താണ്, ഇപ്പൊ അങ്ങനെയൊന്നുമല്ല. ആർക്ക് വേണമെങ്കിലും പബ്ലിക് ഓഫീസാണ്, ഗവൺമെന്റ് ഓഫീസാണ്, ആർക്ക് വേണമെങ്കിലും പോവാം. അതുപോലെ പൊളിറ്റിക്കൽ ഓഫീസിൽ ആർക്ക് വേണമെങ്കിലും പോവാം. അതുപോലെ എന്താണ്, ഗവൺമെന്റിനെ ചോദ്യം ചെയ്യാൻ ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമാണോ അധികാരമുള്ളത്? അല്ല, എല്ലാവർക്കും ചോദ്യം ചെയ്യാം, എല്ലാവർക്കും സംസാരിക്കാം, എല്ലാവരുടെയും ശബ്ദത്തിനും അവിടെ വോയിസ് ഉണ്ട്, അല്ലെങ്കിൽ എല്ലാവരുടെയും ശബ്ദത്തിനും വാല്യൂ ഉണ്ട്. ഓക്കെ. പക്ഷെ നമ്മൾ ഈ പൊളിറ്റിക്കൽ പ്രഷറൊക്കെ കാരണം നമ്മൾ മിണ്ടാതിരിക്കുവാണ് എന്നേ ഉള്ളു അല്ലെ. നമുക്ക് വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ പലരും മിണ്ടാറില്ല. എങ്കിലും എന്താണ്, റൈറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് മിണ്ടണമെങ്കിൽ മിണ്ടാം. ഓക്കെ, അതാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ പൊളിറ്റിക്കൽ റൈറ്റ്സും എല്ലാവർക്കും ഒരേ കണക്ക് തന്നെയാണ്. അപ്പൊ ഈ ഒരു ഐഡിയ, അതായത് ജസ്റ്റിസ് എന്ന് പറയുന്ന ഐഡിയ, സോഷ്യൽ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ഈ ഒരു ഐഡിയ നമുക്ക് എവിടെ നിന്നാണ് നമ്മുടെ ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്? റഷ്യൻ റവല്യൂഷനിൽ നിന്നാണ് കേട്ടോ. 1917 റഷ്യൻ റവല്യൂഷനിൽ നിന്നാണ് ഐഡിയ ഓഫ് ജസ്റ്റിസ്, അതായത് സോഷ്യൽ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് നമ്മുടെ ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്ന ലിബർട്ടിയെ പറ്റിയാണ്. എന്താണ് ലിബർട്ടി? ആബ്സെൻസ് ഓഫ് റിസ്ട്രെയിൻസ് ഓൺ ദ ആക്ടിവിറ്റീസ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് അറ്റ് ദ സെയിം ടൈം providing opportunities for the development of individual personalities. എന്താണ്, ഒരു രീതിയിലും ആർക്കും ഒരാളെ തടയാൻ പറ്റൂല. അതായത് ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക്, ഓക്കെ, ഞാനിപ്പോ ഈ ക്ലാസ് എടുത്തോണ്ടിരിക്കുകയാണ്, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വന്ന് നീ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് തടയാൻ പറ്റുമോ? പറ്റൂല. അവർക്ക് ആ ഒരു അവസരം പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ ഒരു അവസരത്തിലൂടെ അവർക്ക് അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള അധികാരമുണ്ട്, അതുപോലെ ജോലി ചെയ്യാനുള്ള അധികാരം എല്ലാം ഇല്ലേ. അതൊന്നും ആരെക്കൊണ്ടും തടയാൻ പറ്റുന്ന കാര്യമില്ല. എല്ലാവർക്കും നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പറയുന്നുണ്ടല്ലേ, ഇഷ്ടമുള്ള ജോലി ചെയ്യാനുള്ള അധികാരമുണ്ടെന്ന്. ആ ഒരു കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇഷ്ടമുള്ള രീതിയിൽ ചിന്തിക്കാനും എക്സ്പ്രഷൻ നടത്താനും ബിലീഫ്സിനും ഫെയ്ത്തിനും വർഷിപ്പിനും എല്ലാം ഉള്ള അധികാരം നമുക്കുണ്ട്. അത് ആർക്കും തടയാൻ സാധിക്കില്ല. ഓൾ സിറ്റിസൺ ഓഫ് ഇന്ത്യ ലിബർട്ടി ഓഫ് തോട്ട്, ചിന്തിക്കാൻ, ഇഷ്ടമുള്ള രീതിയിൽ ചിന്തിക്കാല്ലേ. നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, എന്ത് ശരിയാണോ എന്ന് ചിന്തിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. അല്ലാതെ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കണ്ട. ഓക്കെ, കൂടുതലും ഇത് നമ്മുടെ വീട്ടിൽ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന തോട്ടിലുള്ള കാര്യം അല്ലേ. നമ്മൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടം, ചിലപ്പോ ഏതെങ്കിലും വേറൊരു ആർട്സ് മേഖലയായിരിക്കും നമുക്ക് ഇഷ്ടം, നമുക്ക് താല്പര്യമുള്ളത്. പക്ഷെ നമ്മുടെ വീട്ടുകാരുടെ സൈഡിൽ നിന്നും അതുപോലെ തന്നെ നാട്ടുകാരുടെ സൈഡിൽ നിന്ന് നമുക്ക് നല്ല പ്രഷർ കാണും. ഗവൺമെന്റ് ജോലി വേടിയിര്. നമുക്ക് ഇഷ്ടം ആർട്സുമായിട്ട് ബന്ധപ്പെട്ട് പോകാനായിരിക്കും. പക്ഷെ നമ്മൾ ഇവരുടെയൊക്കെ നിർബന്ധത്തിന് വഴങ്ങി ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി പഠിക്കും. അവസാനം ഒന്നും എന്താണ്, ഇങ്ങനെ വേറൊരു മനസ്സ് വെച്ച് പഠിക്കുന്നവർക്കൊന്നും കിട്ടൂല കേട്ടോ. ഗവൺമെന്റ് ജോലി ആത്മാർത്ഥമായിട്ട് പഠിക്കുന്നവർക്കേ കിട്ടൂ. അപ്പൊ അങ്ങനെ ആരെങ്കിലും പറയുന്നെങ്കിൽ നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട. നിങ്ങളുടെ ഇഷ്ടം എന്താണോ അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. ആർട്സ് ആണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ ആർട്സ് മേഖലയിലേക്ക് പോവുക, പൊളിറ്റിക്സ് ആണ് താല്പര്യമെങ്കിൽ അങ്ങോട്ട് പോവുക. ഏതാണോ നിങ്ങളുടെ
ഏരിയ ആണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ ഏരിയയിലേക്ക് പോവാ. മറ്റുള്ളവരെ പ്രഷറിനൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. അതിനുള്ള റൈറ്റ്സ് അവർക്കില്ല. നമ്മളെല്ലാം 18 വയസ്സ് കഴിഞ്ഞവരാണ്. അതായത് നമ്മളെല്ലാം ഇന്ത്യൻ സിറ്റിസൺസ് ആണ്. അങ്ങനെയുള്ള ഇന്ത്യൻ സിറ്റിസൺസിന് ഇഷ്ടമുള്ള രീതിയിൽ ചിന്തിക്കാനും അവരുടെ എക്സ്പ്രഷൻസ് നടത്താനും, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പം വീട്ടിലെ മുതിർന്നവരൊക്കെ വന്നിട്ട് പറയും, എന്താണ് നീക്ക് പറയാൻ എന്താ അവകാശം, ഇവിടെ ആണുങ്ങളുണ്ട് പറയാൻ അല്ലെ, മുതിർന്നവരുണ്ട്, പ്രായമായവർ ഇവിടെ ഇരിക്കുകയാണെന്നൊക്കെ പറയും. അങ്ങനെ ഒന്നും പറയാനുള്ള അവകാശമില്ല കേട്ടോ. അപ്പൊ എന്താണ്, എല്ലാവർക്കും തോട്ട് ചിന്തിക്കാനും എക്സ്പ്രഷൻ നടത്താനുമുള്ള അധികാരമുണ്ട്. അതുപോലെ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ഇഷ്ടമുള്ള ആരാധനാലയത്തിൽ പോകാനും എല്ലാം ഉള്ള അധികാരം നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺസിനെല്ലാം ഒരേ കണക്കാണുള്ളത്. അത് ആർക്കും തടയാൻ പറ്റില്ല. അവിടെ പോകാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, അങ്ങനെയൊന്നും ആർക്കും തടയാൻ സാധിക്കില്ല. അതാണ് നമ്മുടെ ലിബർട്ടിയിൽ പറയുന്നത്. ലിബർട്ടി ആസ് എലാബറേറ്റഡ് ഇൻ പ്രിയാമ്പിൾ ഈസ് വെരി എസെൻഷ്യൽ ഫോർ സക്സസ്ഫുൾ ഫങ്ഷനിങ് ഓഫ് ദ ഇന്ത്യൻ ഡെമോക്രാറ്റിക് സിസ്റ്റം. ഈ ലിബർട്ടി എന്ന് പറയുന്ന സാധനം നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നല്ല രീതിയിൽ പോകണമെങ്കിൽ, നമ്മുടെ ഡെമോക്രാറ്റിക് സിസ്റ്റം നല്ല രീതിയിൽ പോകണമെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പം ഈ ഒരു ലിബർട്ടിയെ പറ്റി നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. പല ആർട്ടിക്കിളിലൂടെ ലിബർട്ടിയെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ നമ്മൾ പഠിക്കുന്നതാണ് റൈറ്റ് ടു ഫ്രീഡത്തിൽ അല്ലെ. റൈറ്റ് ടു ഫ്രീഡത്തിനകത്ത് നമ്മൾ പഠിക്കുന്നത് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷന്റെ കാര്യമൊക്കെ പഠിക്കുന്നുണ്ട്. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിന്റെ കാര്യം 25 to 28 ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ഏരിയ എന്തിനെ പറ്റിയാണ്, ഈ ഒരു ലിബർട്ടിയെ പറ്റിയാണ് പഠിച്ചു വെച്ചേക്കുക കേട്ടോ. ഓക്കെ, റൈറ്റ് ടു ഫ്രീഡം ഏതിനെ പറ്റിയാണ്, നമ്മുടെ ലിബർട്ടിയെ പറ്റിയാണ്. ഇനി അടുത്ത, ലിബർട്ടി ഡസ് നോട്ട് മീൻസ് ദ ലൈസൻസ് ടു ഡു വാട്ട് ഓൺ ലൈക്സ്. ഒരാൾക്ക് ഇഷ്ടമുള്ള എല്ലാം ചെയ്യാനുള്ള ലൈസൻസ് ഒന്നും അല്ല എന്നു പറയുന്നത് ലിബർട്ടി എന്ന് പറയുന്നത്. ഇഷ്ടമുള്ള കണക്ക് ചിന്തിക്കാം, അത് അഭിപ്രായ പ്രകടനം നടത്താം, ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടമുള്ള എല്ലാം തോന്നിയ കണക്കൊന്നും ചെയ്യാനുള്ള ലൈസൻസ് ഒന്നും അല്ല. നമുക്കിപ്പോ അറിയാം, നമുക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം, ഇഷ്ടമുള്ള വേണമെങ്കിൽ ആരാധിക്കാം, എല്ലാം പറയുന്നുണ്ട്. അതേ സമയത്ത് നരബലി ഒരു ആചാരത്തിന്റെ ഭാഗമാണ്. ഇത് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യോ? ഒരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല അല്ലെ. അപ്പൊ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം, ഇഷ്ടമുള്ള ആചാരത്തിൽ നടക്കുക, ഇതാണ് നമുക്ക് ഇഷ്ടമുള്ളത് എന്നും പറഞ്ഞ് നരബലി ആരാധിക്കാൻ തുടങ്ങി ഓരോരുത്തരെ പിടിച്ച് കൊല്ലാൻ തുടങ്ങിയാൽ അത് നമ്മുടെ ഗവൺമെന്റ് അംഗീകരിക്കുന്ന കാര്യമാണോ? അല്ല. അപ്പൊ എന്തും ചെയ്യാനുള്ള ഒരു ലൈസൻസ് അല്ല ലിബർട്ടി എന്ന് പറയുന്നത്. അതിന് ചില ലിമിറ്റേഷൻസ് നമ്മുടെ ഗവൺമെന്റ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട്. അപ്പൊ അതനുസരിച്ചുള്ള ലിബർട്ടിയാണ് നമുക്കുള്ളത്. അതായത് ആ ലിമിറ്റേഷൻസ് അനുസരിച്ചുള്ള, ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നതിനോടൊപ്പം ചില കാര്യങ്ങൾ ചെയ്യരുത് എന്ന് നമ്മുടെ ഭരണഘടന പറയുന്നുണ്ട് അല്ലെ. ആ ലിമിറ്റേഷൻ അനുസരിച്ചിട്ടുള്ള ലിബർട്ടി ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അത് ഓക്കെ അല്ലേ. ഇനി ദ ഐഡിയൽസ് ഓഫ് ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫ്രെറ്റേണിറ്റി. എന്താണ് ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രെറ്റേണിറ്റി? ഈ 3 ആശയവും നമ്മുടെ ഇന്ത്യ എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? എവിടെ നിന്നാണ്? ഫ്രഞ്ച് റവല്യൂഷനിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് എന്താണ്, നമ്മുടെ ജസ്റ്റിസ് നമ്മൾ എടുത്തത് റഷ്യൻ റവല്യൂഷനിൽ നിന്നാണ്. എന്നാൽ ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രെറ്റേണിറ്റി എടുത്തത് ഫ്രഞ്ച് റവല്യൂഷനിൽ നിന്നാണ്. ഓർത്ത് വെച്ചേക്കാം. ഓക്കെ അല്ലേ. അപ്പൊ നമ്മൾ അതും പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് ഇക്വാളിറ്റിയാണ്. ഇക്വാളിറ്റിയും സമത്വം. ആബ്സെൻസ് ഓഫ് സ്പെഷ്യൽ പ്രിവിലേജസ് ടു എനി സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി ആൻഡ് ദ പ്രൊവിഷൻസ് ഓഫ് adequate opportunities for all individuals without any discrimination. ഒരു പ്രത്യേകതയും ഇല്ലാതെ ഒരു സമുദായത്തിന്, ഒരു സൊസൈറ്റിക്ക് ഒന്നും പ്രത്യേക അങ്ങനെ ഒരു സ്പെഷ്യൽ സെക്ഷന് ഒരു കൺസിഡറേഷനും കൊടുക്കാതെ അങ്ങനെ ആ ഒരു കാര്യത്തിന്റെ ആബ്സെൻസ് ആണ് ഇക്വാളിറ്റി എന്ന് പറയുന്നത്. അതായത് എല്ലാവർക്കും ഒരേ കണക്ക് ഓപ്പർച്യൂണിറ്റീസ് ലഭ്യമാക്കുക, അതൊരു തരത്തിലുള്ള ഇക്വാളിറ്റി ആണ്. ഓക്കെ, ഇക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വാളിറ്റി ഓഫ് സ്റ്റാറ്റസ് വരാം, ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി വരാം അല്ലെ. നമ്മുടെ പദവിയുടെ കാര്യത്തിലാണെങ്കിലും അവസരങ്ങളുടെ കാര്യത്തിലാണെങ്കിലും സമത്വം നമ്മുടെ പ്രിയാമ്പിളിൽ, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു ഇക്വാളിറ്റി എന്ന് പറഞ്ഞാൽ 3 തരത്തിലുണ്ട്. സിവിക്സ്, പൊളിറ്റിക്കൽ, എക്കണോമിക്. കേട്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞത് കണക്ക് തന്നെയാണ്. സിവിക്സ്, പൊളിറ്റിക്കൽ, എക്കണോമിക്, അങ്ങനെ 3 തരത്തിലുള്ള ഇക്വാളിറ്റി ആണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ സിവിക്സ് ഇക്വാലിറ്റിയിലാണ് നമ്മൾ ഫണ്ടമെന്റൽ ഫ്രീഡത്തിൽ പഠിക്കുന്ന കാര്യം, ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ഉള്ളത്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ്? റൈറ്റ് ടു ഇക്വാലിറ്റിയിൽ പഠിക്കുന്ന, അതായത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ റൈറ്റ് ടു ഇക്വാലിറ്റിയിൽ പഠിക്കുന്ന ആർട്ടിക്കിളുകളെല്ലാം ഏതിൽ വരുന്നതാണ്? ഇക്വാലിറ്റി എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ വരുന്നതാണ്. അതായത് 14 തൊട്ട് 18 വരെയുള്ള ആർട്ടിക്കിൾസ് നമുക്ക് എന്താണ് പ്രദാനം ചെയ്യുന്നത്?
റൈറ്റ് ടു ഇക്വാലിറ്റി ആണ്. ഇക്വാലിറ്റി ബിഫോർ ലോ ആണ് ആർട്ടിക്കിൾ 14 പറയുന്നത്. ആർട്ടിക്കിൾ 15 സെക്സ്, റിലീജിയൻ, കാസ്റ്റ് ആണ് പറയുന്നത്. ആർട്ടിക്കിൾ 16 ഓപ്പർച്യൂണിറ്റി, അവസര സമത്വം, ഇക്വാലിറ്റി ബിഫോർ ഓപ്പർച്യൂണിറ്റി ആണ് പറയുന്നത്. അൺടച്ചബിലിറ്റിയെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 17. അബോളിഷ്മെന്റ് ഓഫ് ടൈറ്റിൽ ആണ് എന്താണ് 18 എന്ന് പറയുന്നത്. അതായത് ടൈറ്റിൽ എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ പേരിന്റെ അറ്റത്തുള്ള നമ്മളിപ്പം ഓരോ ജാതിക്കാരൊക്കെ പേരൊക്കെ വെക്കാറുണ്ട്, അങ്ങനെയുള്ള സംഭവമൊക്കെ നിരോധിച്ചേക്കാണ്. എങ്കിൽ പോലും എന്താണ് പ്രത്യേകമായിട്ട് പണ്ട് ഈ സർദാർ അല്ലെ, സർദാർ പട്ടേൽ എന്നൊക്കെ പറയില്ലേ, എന്നൊക്കെ സർദാർ അല്ലെങ്കിൽ ഈ ബ്രിട്ടീഷുകാർ ചില പ്രത്യേക സർ പദവി അങ്ങനെയൊക്കെയുള്ള പദവി കൊടുക്കൂലേ, അത് അവരുടെ പേരിന്റെ മുന്നിൽ ചേർക്കുമായിരുന്നു. അപ്പൊ ആ പദവി ഉള്ളവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കുമായിരുന്നു. അങ്ങനെയുള്ള പരിഗണനയൊന്നുമില്ല. ആ ടൈറ്റിൽസ് ഒക്കെ, അങ്ങനെയുള്ള ടൈറ്റിൽസ് ഒക്കെ അബോളിഷ് ചെയ്തേക്കുന്നതിന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അടുത്തത് നമ്മുടെ പൊളിറ്റിക്കൽ ഇക്വാലിറ്റിയെ പറ്റിയാണ് അടുത്ത പറയുന്നത് കേട്ടോ. പൊളിറ്റിക്കൽ ഇക്വാലിറ്റി 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. പൊളിറ്റിക്കൽ ഇക്വാലിറ്റിയും 2 ടൈപ്പ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലക്ട്രൽ റോള്, നമ്മുടെ 325 പറയുന്ന റിലീജിയൻ, കാസ്റ്റ്, സെക്സ് ഇതിന്റെ ഒന്നും അടിസ്ഥാനത്തിലുള്ള എന്താണ് പ്രത്യേകതയൊന്നുമില്ല അല്ലെ, എല്ലാവർക്കും അങ്ങനെയൊന്നും വ്യത്യാസമൊന്നുമില്ല, എല്ലാവർക്കും ഇന്ത്യക്കാരാണ് എന്നൊരിതേ ഉള്ളൂ. അടുത്ത നമ്മുടെ രണ്ടാമത്തെ കാര്യം ലോകസഭ ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ്സ്, അവിടെയുള്ള ഇലക്ഷൻസ് അഡൽട്ട് സഫറേജിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ആർട്ടിക്കിൾ 326 അടിസ്ഥാനത്തിലായിരിക്കും. അവിടെ ഇങ്ങനെയുള്ള കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻസ് ഒന്നുമില്ല, അല്ലെങ്കിൽ കാസ്റ്റിന്റെ വ്യത്യാസങ്ങൾ, ജാതി, മതം, വർഗം ഇതിലുള്ള പേരിലുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. എല്ലാവർക്കും തുല്യമായിട്ടുള്ള പരിഗണന തന്നെയാണ് കിട്ടുക. അതുപോലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി സെക്യൂർ മെൻസ് ആൻഡ് വുമൻ ഈക്വൽ റൈറ്റ് ടു അഡിക്വേറ്റ് മീൻസ് ലൈവ്ലിഹുഡ് ആൻഡ് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. നമ്മുടെ ഈ ഇക്വാളിറ്റി എന്ന് പറയുന്നത് ഏതിലും പറയുന്നുണ്ട്, ആർട്ടിക്കിൾ 39 പറയുന്നുണ്ട്. പുരുഷനും സ്ത്രീക്കും തുല്യ അവകാശമാണുള്ളത്, തുല്യ സമത്വമാണുള്ളത്. അത് എന്തിന്റെ കാര്യത്തിലാണ്? ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ ഈക്വൽ പേ, എന്താണ്, ഒരു ജോലി ചെയ്താൽ അവർക്ക് ഈക്വൽ പേ കൊടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ പറയുന്നുണ്ട്. എത്രയാണ്? ആർട്ടിക്കിൾ 39 ആണ്. ഓക്കെ. ഇനി അടുത്ത പറയുന്നത് ഫെർട്ടേണിറ്റിയെ പറ്റിയാണ്. ഫെർട്ടേണിറ്റി എന്ന് പറഞ്ഞാൽ സാഹോദര്യം, ബ്രദർഹുഡിനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ ഈ ഒരു കാര്യം നമ്മുടെ ഇന്ത്യ സിംഗിൾ സിറ്റിസൺഷിപ്പ് വഴിയാണ് പറയുന്നത്. നമ്മുടെ ഭരണഘടനയിൽ സിംഗിൾ സിറ്റിസൺഷിപ്പിലാണ് ഫെർട്ടേണിറ്റിയെ പറ്റി എന്താണ് ആ ഒരു ആശയം ഉൾക്കൊള്ളുന്ന ഭരണഘടനാ ഭാഗം ഏതാന്ന് ചോദിച്ചാൽ സിറ്റിസൺഷിപ്പാണ്. അതായത് ഇന്ത്യ നമുക്ക് തരുന്നത് സിംഗിൾ സിറ്റിസൺഷിപ്പാണ്. അല്ലെങ്കിൽ ഞാനൊരു കേരളീയാണ് എന്നൊരു വേറൊരു സിറ്റിസൺഷിപ്പും, അല്ലാതെ ഇന്ത്യ വെച്ച് നോക്കുമ്പോൾ ഞാനൊരു ഇന്ത്യൻ ആണ് എന്നൊരു സിറ്റിസൺഷിപ്പ് അങ്ങനെയൊന്നുമില്ല. ഓക്കെ. അപ്പൊ എന്താണ് മൊത്തം നമ്മൾ കേരളത്തിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ് എന്നൊരു ഒറ്റ സിറ്റിസൺഷിപ്പ് മാത്രമേ നമുക്കുള്ളൂ. അല്ലാതെ ഓരോ സ്റ്റേറ്റ് വൈസ് സിറ്റിസൺഷിപ്പോ അല്ലെങ്കിൽ റിലീജിയൻ വെച്ചിട്ടുള്ള സിറ്റിസൺഷിപ്പോ അങ്ങനെയൊന്നും നമുക്കില്ല. ഓക്കെ. അതുപോലെ തന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിലും ഇത് പറയുന്നുണ്ട് കേട്ടോ. ഇന്ത്യ ടു പ്രൊമോട്ട് ഹാർമണി ആൻഡ് സ്പിരിറ്റ് ഓഫ് കോമൺ ബ്രദർഹുഡ് എമംഗ് ആൾ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ട്രാൻസെൻഡിങ് റിലീജിയസ്, ലിംഗ്വിസ്റ്റിക്, റീജിയണൽ ആൻഡ് സെക്ഷണൽ ഡൈവേഴ്സിറ്റി. എന്താണ് മതത്തിന്റെയോ ജാതിയുടെയോ ഭാഷയുടെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ അങ്ങനെ ഒന്നും പേരിലുള്ള ഒരു എന്താണ് ഡൈവേഴ്സിറ്റിയും ഇന്ത്യയിൽ ഇല്ല. എന്താണ് ഒറ്റ സിറ്റിസൺ ആരായാലും, ഇപ്പം മലയാളം സംസാരിക്കുന്നവരാണെങ്കിലും ഹിന്ദി സംസാരിക്കുന്നവരാണെങ്കിലും എല്ലാവരും എന്താണ് ഇന്ത്യൻസ് ആണ്. ഓക്കെ. അങ്ങനെ ഒരു സാഹോദര്യം അല്ലെ. നമുക്ക് ഒരു പ്രശ്നം ഇന്ത്യക്ക് വന്നാൽ, ഇന്ത്യയിൽ ഇപ്പം ജമ്മു കാശ്മീരില് പാകിസ്ഥാൻ ആക്രമണം നടത്തി, ഓക്കെ, പാകിസ്ഥാൻ ബോംബ് ഇട്ടു എന്ന് വിചാരിക്കുക. ഓക്കെ, ജസ്റ്റ് ഇമാജിൻ ചെയ്യുക. അപ്പൊ നമ്മൾ വിചാരിക്കുമോ അത് ജമ്മു കാശ്മീർക്കാർക്കല്ലേ പ്രശ്നമുള്ളൂ, അത് ജമ്മു കാശ്മീരിനാണ് എന്ന് വിചാരിക്കുമോ? അങ്ങനല്ലല്ലോ. നമ്മുടെ ഇന്ത്യയിൽ ബോംബ് ഇട്ടു എന്നല്ലേ പറയുന്നത്. ഇന്ത്യക്കെതിരായ ഒരു ബോംബ് ഇട്ടു, അല്ലെ ഇന്ത്യക്കാരെയാണ് ഉപദ്രവിക്കാൻ നോക്കിയത്, അങ്ങനെയല്ലേ. അങ്ങനെ ഒറ്റ യൂണിറ്റ് ആണ്, അല്ലാതെ ജമ്മു കാശ്മീരെന്നോ തമിഴ്നാടെന്നോ കേരളമെന്നോ അങ്ങനെയൊന്നുമില്ല. ഓക്കെ. അപ്പൊ എന്താണ്? പ്രിയാമ്പിൾ ഡിക്ലെയർസ് ദാറ്റ് ഫെർട്ടേണിറ്റി ഹാസ് അഷ്യൂർഡ് 2 things: dignity of individual and the unity and integrity of nation. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാൽ 2 തരത്തിലുള്ള ഫെർട്ടേണിറ്റി പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് നിന്നിട്ടുള്ള ഒരു ഫെർട്ടേണിറ്റി അല്ലെ. നമ്മുടെ എന്താണ് ഞാനൊരു ഹിന്ദു ആണ്, അതുപോലെ ഞാനൊരു കേരളീയനാണ്, ഞാനൊരു തിരുവിതാംകൂറുകാരിയാണ് അല്ലെ. തിരുവനന്തപുരം ആകുമ്പോ തിരുവിതാംകൂർ, അങ്ങനെ വെച്ചുകൊണ്ട് തിരുവനന്തപുരംകാരിയാണ്. അങ്ങനെ
അങ്ങനെയുള്ള വ്യത്യാസം ഉണ്ടോ? അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് എനിക്ക് അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടോ? അങ്ങനെ ഒരു ഫെർട്ടിലിറ്റി ഉണ്ടോ? ഇല്ല. എന്റെ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരും നിങ്ങൾ പാലക്കാട് നിൽക്കുന്ന അല്ലെങ്കിൽ കോഴിക്കോട് നിൽക്കുന്ന കാസർഗോഡ് നിൽക്കുന്ന ആര് തന്നെ ആയാലും എല്ലാവരും എന്താണ്, നമ്മൾ കേരളം വെച്ച് നോക്കുകയാണെങ്കിൽ കേരളീയരാണ്. ഇന്ത്യയിലാണെങ്കിൽ എന്താണ്, ഇന്ത്യക്കാരാണ്. അവിടെ കേരളീയൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എവിടെങ്കിലും ഒരു ID കാർഡ് തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ എന്താണ്, അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ഫെർട്ടേണിറ്റി ഉണ്ട് അല്ലെ. അതുപോലെ തന്നെ യൂണിറ്റി ഇന്റഗ്രിറ്റി ഓഫ് നേഷൻ. നമ്മുടെ രാജ്യത്തിന്റെ ഏത് രാജ്യമാണെങ്കിലും ഇപ്പൊ നമുക്കറിയാം സ്പോർട്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു ക്രിക്കറ്റും ടൂർണമെന്റ് നടക്കുകയാണെങ്കിൽ അവിടെ പല സംസ്ഥാനത്ത് നിന്നുള്ളവരുണ്ടായിരിക്കും. അവിടെ നമ്മൾ പറയുന്നത് ആ ഇന്ത്യക്കാരെന്നല്ലേ പറയുന്നത്, ഇന്ത്യക്കാരനായിട്ടുള്ള ഇന്നയാൾ വിജയിച്ചു അല്ലെങ്കിൽ അവരെല്ലാം ഇന്ത്യക്കാരെന്നല്ലേ പറയുന്നത്, അല്ലാതെ അതൊരു തമിഴനാണ് അതൊരു തെലുങ്കനാണ് അങ്ങനെയാണോ നമ്മൾ പറയുന്നത്? ഒരിക്കലും അങ്ങനെയൊന്നും പറയത്തില്ല അല്ലെ. അപ്പൊ ഇന്ത്യക്ക് വേണ്ടിയാണ് അവർ മത്സരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു യൂണിറ്റി ഒരു ഇന്റഗ്രിറ്റി നമ്മുടെ നേഷൻ ഉണ്ടെന്ന് എന്താണ് നമ്മുടെ ഫെർട്ടേണിറ്റിയിൽ നമുക്ക് മനസ്സിലാക്കാം. ഈ ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന വാക്ക് ആദ്യം ഭരണഘടന വന്നപ്പോൾ ഉണ്ടായിരുന്നില്ല. ഇത് എപ്പോഴാണ് ആഡ് ചെയ്തത്? 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് 1976 ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന ഈ ഒരു വാക്ക് ആഡ് ചെയ്തത്. ഓക്കെ, അതുപോലെ ഇത്രയാണ് നമുക്ക് ഫെർട്ടേണിറ്റിയെ പറ്റി പഠിക്കാനുള്ളത്. ഇതിൽ നമ്മുടെ KM മുൻഷി പറയുന്നുണ്ട് ഡിഗ്നിറ്റി ഓഫ് ഇൻഡിവിജ്വൽ ആണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതിനെ പറ്റി ഡിഗ്നിറ്റി ഓഫ് ഇൻഡിവിജ്വൽ ആണ് എന്ന് നമ്മുടെ KM മുൻഷി പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് നേഷൻ ബോത്ത് ഫിസിയോളജിക്കൽ ആൻഡ് ടെറിട്ടറിയൽ ഡയമെൻഷൻ, the national integration. Article 1 of the Constitution describes India as a union of states. Make it clear, states have no right to secede from the union. അപ്പൊ എന്തുവാ ഈ പറയുന്ന? ഒന്നുമില്ല. നമ്മുടെ ഇന്ത്യക്ക് നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യക്ക് പരമാധികാരമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ത്യ എന്ന് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്ത്യ. അപ്പൊ അപ്പുറത്തിരിക്കുന്നത് പാകിസ്ഥാനാണ്, ഇപ്പുറത്തിരിക്കുന്ന ബംഗ്ലാദേശ് ആണ്, ഇവിടെ ചൈനയാണെന്ന് നിങ്ങൾ വിചാരിക്കാം. അപ്പൊ ഈ ഒരു ബംഗ്ലാദേശിന്റെ ഇത്രയും സ്ഥലം നമുക്ക് എന്താണ്, അത്രയും സ്ഥലം നമുക്ക് പിടിച്ചെടുക്കാനുള്ള അധികാരമില്ല. ഇത്രയും നമ്മൾ പിടിച്ചെടുക്കുമ്പോൾ ഇത്രയും ഭാഗം കൂടെ നമ്മുടെ ഇന്ത്യയുടേതായി. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ ഇവരെ പിന്നെ നമ്മൾ ബംഗ്ലാദേശികളായിട്ടാണോ കാണുന്നത്? ആണോ? ഒരു സ്ഥലം നമ്മൾ പിടിച്ചെടുത്തു എന്ന് വിചാരിക്കും. ഒരു സ്ഥലം നമ്മൾ പിടിച്ചെടുത്തു, ഇപ്പൊ നമ്മുടെ ഇത് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. അപ്പൊ ഇനി നമ്മൾ ആ സ്ഥലത്തുള്ള ആൾക്കാരെ മറ്റൊരു വിഭാഗമായിട്ടാണോ കാണുന്നത് അതോ ഇന്ത്യക്കാരായിട്ടാണോ കാണുന്നത്? ഇന്ത്യക്കാരായിട്ട് തന്നെയാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്, അവർ ഇന്ത്യക്കാരാണ്, അല്ലാതെ അവരുടെ കൾച്ചർ വേറെയാണ്, അവരുടെ ഭാഷ വേറെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ വ്യത്യസ്തമായിട്ട് കാണൂല. അങ്ങനെ ഇന്ത്യയിലോട്ട് ഒരു സ്ഥലം കൂട്ടിച്ചേർത്തിട്ടുണ്ടെങ്കിൽ അത് ഏതിന്റെ പാർട്ടാണ്? യൂണിയൻ ഓഫ് സ്റ്റേറ്റിന്റെ പാർട്ടാണ്. ഓക്കെ, ഇന്ത്യ എന്ന് പറഞ്ഞാൽ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്, അതിന്റെ ഒരു ഭാഗമാണ്. അവിടെ എന്താണ്, അവരെന്തായിട്ട് മാറും? ഇന്ത്യക്കാരായിട്ട് മാറും. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ടേംസിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. ഇനി എന്തൊക്കെയാണ് പ്രിയാമ്പിളിന്റെ സിഗ്നിഫിക്കൻസ്? എന്താണ് നമ്മുടെ പ്രിയാമ്പിളിൽ നമ്മൾ പറഞ്ഞു. പിന്നെ പ്രിയാമ്പിളിന് ബേസിക് ആയിട്ട് ചില ഫിലോസഫി ഉണ്ട്, ഫണ്ടമെന്റൽ വാല്യൂസ് ഒക്കെ ഉണ്ട്. അതിൽ പൊളിറ്റിക്കൽ, മോറൽ ആൻഡ് റിലീജിയസ് വാല്യൂസ് ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ നമ്മുടെ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ദ പ്രിയാമ്പിൾ ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ എക്സ്പ്രസ് വാട്ട് വി ഹാഡ് തോട്ട് ഓർ ഡ്രീം ടു ലോങ്. നമ്മൾ കുറെ കാലമായിട്ട് കാണുന്ന ഒരു സ്വപ്നമാണ് അല്ലെ, നമ്മൾ കുറെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ പ്രിയാമ്പിളിൽ പറഞ്ഞിരിക്കുന്നത് എന്നാണ് നമ്മുടെ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പ്രിയാമ്പിളിനെ പറ്റി നമ്മുടെ KM മുൻഷി എന്താ പറഞ്ഞത്? നമ്മുടെ രാഷ്ട്രീയ ജാതകം എന്ന് പറഞ്ഞല്ലേ, മലയാളത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഹൊറോസ്കോപ്പ് ഓഫ് സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, ഹൊറോസ്കോപ്പ് ഓഫ് അവർ സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണ് നമ്മുടെ പ്രിയാമ്പിൾ എന്ന് പറഞ്ഞത്. ആരാണ്? KM മുൻഷിയാണ്. അതുപോലെ താക്കൂർദാസ് ഭാർഗവ എന്താണ് പറഞ്ഞത്? താക്കൂർദാസ് ഭാർഗവ എന്താണ്? കീ ആണ് അല്ലെ. നമ്മുടെ പ്രിയാമ്പിൾ ഈസ് ദ മോസ്റ്റ് പ്രീഷ്യസ് പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് ഈസ് ദ സോൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു. ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള വാക്ക്. സോൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ഡിനോട്ട് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ താക്കൂർദാസ് ഭാർഗവയാണ്. നമ്മുടെ ഭാർഗവി നിലയെ ഓർത്താൽ മതി. ഭാർഗവി നിലയത്തിൽ ഭാർഗവി എന്ന് പറയുന്ന പ്രേതത്തെ അല്ലേ കാണിക്കുന്നത്, ഒരു ആത്മാവിനെ അല്ലേ കാണിക്കുന്നത്. അപ്പൊ സോൾ എന്ന് പറഞ്ഞാൽ ഭാർഗവ്. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അതുപോലെ തന്നെ ഇറ്റ് ഈസ് എ കീ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും പറയുന്നുണ്ട്, സോൾ എന്നും കീ എന്നും പറയുന്നുണ്ട്. അതുപോലെ ജുവൽ സെറ്റ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്താണ് സോൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, കീ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇറ്റ് ഈസ് എ ജുവൽ സെറ്റ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇങ്ങനെയൊക്കെ വിശേഷിപ്പിച്ചത് ആരാണ്? നമ്മുടെ
ഭാർഗവയാണ് കേട്ടോ, താക്കോദാസ് ഭാർഗവയാണ് പഠിച്ചു വെച്ചേക്കുക. അതുപോലെ നമ്മുടെ ഏണസ്റ്റ് ബാർക്കർ കീനോട്ട് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത് കേട്ടോ. കീനോട്ട് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഏണസ്റ്റ് ബാർക്കർ വിശേഷിപ്പിച്ചത്. പുള്ളിക്കാരൻ ഇംഗ്ലീഷ് പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് ആണ് കേട്ടോ. ഇദ്ദേഹത്തിന്റെ ബുക്കിലൂടെയാണ് വിശേഷിപ്പിച്ച. ആ ബുക്കിന്റെ പേരാണ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ തിയറി. എന്താണ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ തിയറി? ഇനി നമ്മുടെ ഹിദായത്തുള്ള എന്താ പറഞ്ഞത്? പ്രിയാമ്പിൾ റിസംബിൾ ദ Declaration of Independence of United Nations of America, but is more than a declaration. It is a soul of our constitution was lays down the pattern of our political society. It contains solemn resolve which nothing but a resolution can alter. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് ഇത്രയേ ഉള്ളൂ. നമ്മുടെ പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് കടമെടുത്തത് അല്ലേ? അങ്ങനെ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് അത് കടമെടുത്തെങ്കിൽ പോലും അത് അമേരിക്കയുടേതാണോ? അല്ല, അത് നമ്മുടെ ഇന്ത്യക്ക് ആവശ്യമുള്ള രീതിയിൽ, ഇന്ത്യയുടെ പൊളിറ്റിക്കൽ സൊസൈറ്റിക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ ആൾട്ടർ ചെയ്തെടുത്ത ഒരു സെഷൻ ആണ് നമ്മുടെ പ്രിയാമ്പിൾ എന്നാണ് നമ്മുടെ ഹിദായത്തുള്ള പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇനി നമ്മുടെ പ്രിയാമ്പിൾ ആസ് എ പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാണോ അല്ലയോ എന്ന് പറഞ്ഞ് പല കേസുകളും വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ കേസാണ് 1960 ബീരുബായി കേസ് കേട്ടോ. ബീരുബായി. അപ്പൊ ബീരു എന്ന് പറഞ്ഞാൽ പേടിയല്ലേ, അപ്പൊ ചേർക്കാൻ പേടിയാണെന്ന് ആലോചിക്കുക. ഭരണഘടനയിൽ ചേർക്കാൻ പേടിയാണ്. അപ്പൊ എന്താണ് ബീരുബായി കേസിൽ എന്താ പറയുന്നത്? നോട്ട് ദ പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടന പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാൽ ഭരണഘടനയുടെ ഭാഗമല്ല എന്നാണ് പറയുന്നത്. ഈ കേശവാനന്ദ ഭാരതി കേസിൽ നേരെ തിരിച്ചു പറയും. കേശവാനന്ദ ഭാരതി കേസ് എന്നാണ് 1973 ഇതും പിന്നെ നമ്മുടെ LIC ഓഫ് ഇന്ത്യ കേസിലും, ഈ രണ്ട് കേസിലും നമ്മുടെ സുപ്രീം കോടതി എന്താണ് പറഞ്ഞേക്കുന്നത്? നമ്മുടെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ടാണ് എന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഈ 3 കേസുകൾ അറിഞ്ഞു വെച്ചേക്കുക. ഇനി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായ ഒരു കാര്യം, പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഭരണഘടനയുടെ ഭാഗമാണ്. പക്ഷെ എന്താണ് ഈ ഒരു ഭരണഘടനയിൽ പ്രിയാമ്പിളിൽ പറഞ്ഞേക്കുന്ന ഏതെങ്കിലും ഒരു വാക്ക് വെച്ചിട്ട് ഒരു ലെജിസ്ലേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊളിറ്റീഷ്യനോ ഒന്നും നമ്മുടെ മണ്ടയിൽ അത് അധികാരമായിട്ട് ഉപയോഗിക്കാനൊന്നും സാധിക്കില്ല. അതായത് കംപ്ലീറ്റ് പവർ ആ ഒരു പ്രിയാമ്പിളിൽ പറഞ്ഞേക്കുന്ന വേർഡ് വെച്ചിട്ട് സോഴ്സ് ഓഫ് പവർ ആയിട്ടൊന്നും അതിനെ കാണാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ ഈ പറയുന്ന പ്രിയാമ്പിള് നോൺ ജസ്റ്റിഫയബിൾ ആണ്. അതായത് അതിനെ നമുക്ക് നിയമം വഴി ചോദ്യം ചെയ്യാനൊന്നും സാധിക്കില്ല. കാരണം അതെന്ന് പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ അതൊരു ഇൻട്രോ മാത്രമാണ് അല്ലെ, നമ്മുടെ ഭരണഘടനയിലേക്കുള്ള ഒരു സമ്മറിയാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് അകത്താണ് പറഞ്ഞേക്കുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും കാണേണ്ടത്, അല്ലാതെ പ്രിയാമ്പിൾ വെച്ചിട്ടല്ല. പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പ്രിഫൈസ് മാത്രമാണ്. ഓക്കെ, അടുത്ത നമ്മുടെ അമെൻമെന്റിനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ പ്രിയാമ്പിൾ അമെൻമെന്റ് ചെയ്യാൻ സാധിക്കുമോ? സാധിക്കും. നമ്മൾ റീസെന്റ് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡും പറഞ്ഞതാണ്. സുപ്രീം കോടതി പറഞ്ഞു ആർട്ടിക്കിൾ 368 അനുസരിച്ച് പാർലമെന്റിന് ഭരണഘടനയുടെ ഏത് ഭാഗത്തെ അമെൻമെന്റ് ചെയ്യാനുള്ള അധികാരമുണ്ട് അല്ലെ. അപ്പൊ കേശവാനന്ദ ഭാരതി കേസാണ് ഇതിനൊരു വഴിത്തിരിവായത് കേട്ടോ. 1973 കേശവാനന്ദ ഭാരതി കേസിലാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ടാണെന്ന് പറഞ്ഞതും അങ്ങനെ പാർട്ട് ആയതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾ 368 പ്രകാരം അതിനെ ഭേദഗതി ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞത്. പക്ഷേ ഒരു കാര്യം പറയുന്നുണ്ട്, അങ്ങനെ ഭേദഗതി ചെയ്യാമെങ്കിലും cannot be used to destroy or damage the basic elements or fundamental features of the constitution. അങ്ങനെ നമുക്ക് അമെൻമെന്റ് ചെയ്യാമെങ്കിലും നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയ്ക്ക് യാതൊരു മാറ്റവും വരാൻ പാടില്ല. അതായത് ഇന്ത്യ ഉറപ്പുവരുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ, ആ ഒരു ഘടനയൊന്നും മാറാനൊന്നും പാടില്ല, അല്ലാതെ നമുക്ക് എഡിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ബീരുബായി കേസിൽ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണ് എന്ന് നമ്മുടെ സുപ്രീം കോടതി ഈ ഒരു കാര്യത്തിലൂടെ പറയുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഈ ഒരു പ്രിയാമ്പിളിൽ എപ്പോഴാണ് അമെൻമെന്റ് നടത്തിയത്? പ്രിയാമ്പിൾ ഒരേ ഒരു തവണ only once മാത്രമേ അമെൻമെന്റ് ചെയ്തിട്ടുള്ളൂ. അതെന്നാണ് 1976 42ാമത്തെ ഭരണഘടനാ ഭേദഗതി വരെയാണ് അമെൻമെന്റ് ചെയ്തത്. ഓക്കെ, അങ്ങനെ അമെൻമെന്റ് ചെയ്തിട്ട് എന്താ ചെയ്ത? 3 വാക്കുകൾ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്. സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി, അങ്ങനെ 3 വാക്കുകൾ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്. ഓക്കെ, അങ്ങനെ നമ്മുടെ പ്രിയാമ്പിൾ ഒറ്റ തവണയെ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. ഇത് ആരാ ചെയ്തത്? ഇന്ദിരാഗാന്ധി സർക്കാരാണ് കേട്ടോ. ഇന്ദിരാഗാന്ധി സർക്കാരാണ് ഈ ഒരു ഭേദഗതി നടപ്പിലാക്കിയത്. അടിയന്തരാവസ്ഥ സമയത്താണ്, എമർജൻസി സമയത്താണ് കേട്ടോ, എമർജൻസി സമയത്താണ് നടപ്പിലാക്കിയത്. ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു വെച്ചേക്കുക. അപ്പൊ നമ്മൾ പ്രിയാമ്പിൾ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു.
അടുത്ത നമുക്ക് യൂണിയൻ ടെറിട്ടറി ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ ഒരു ടോപ്പിക്ക് തൽക്കാലം നമ്മുടെ പ്രിലിംസിന്റെ സിലബസിനകത്തില്ല. നമ്മളിപ്പോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിലിംസ് ബേസ് ചെയ്തിട്ടാണ് പഠിക്കുന്നത് കേട്ടോ. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിംസ് ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും നമ്മൾ ആദ്യം കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം മെയിൻസ് വരുമ്പോൾ ബാക്കി ടോപ്പിക്സ് കൂടെ എടുക്കുക. അപ്പൊ നമ്മൾ അടുത്ത ഇനി ഇത് കഴിഞ്ഞിട്ട് പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക. പ്രിയാമ്പിൾ നല്ല രീതിയിൽ പഠിച്ചു വെച്ചുക. സിറ്റിസൺഷിപ്പ് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ സിറ്റിസൺഷിപ്പും പഠിച്ചു കഴിഞ്ഞിട്ടായിരിക്കും ഫണ്ടമെന്റൽ റൈറ്റ്സ് എടുക്കുക. അപ്പൊ നമുക്ക് സിലബസിലുള്ള കാര്യങ്ങളാണ് ആദ്യം നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പം പ്രിയാമ്പിള് 3 പാർട്ട് ഇട്ടിട്ടുണ്ട്. കാണാത്തവർ ആദ്യം തൊട്ട് 3 പാർട്ടും കാണുക. ഇതിന് ശേഷം നമ്മൾ ഗ്രൂപ്പിനകത്ത് നമ്മുടെ ഡയമണ്ട് PSC ഗ്രൂപ്പ് ടെലഗ്രാമിൽ ഇല്ലാത്തവര് ജസ്റ്റ് ടെലഗ്രാമിൽ അറ്റിട്ട് കൊടുത്തിട്ട് ഡയമണ്ട് PSC എന്ന് സ്മാൾ ലെറ്റർ കേട്ടോ, ഡയമണ്ട് PSC എന്ന് ടെലഗ്രാമിൽ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡയമണ്ട് ഷേപ്പിൽ ഒരു റെഡ് ഡയമണ്ട് ഷേപ്പിൽ ഒരു ടെലഗ്രാം ചാനൽ കാണാം. അതിൽ നമ്മൾ ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള UPSCയുടെ MCQ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇട്ടുതരും. അപ്പൊ ആ ഒരു ടോപ്പിക്ക് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു പ്രാക്ടീസും കൂടെ ഇതിനോടൊപ്പം തന്നെ ചെയ്ത് നോക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തൊരു ക്ലാസ്സുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.